നമസ്കാരം. ഞാൻ ഗംഗാധരൻ, ഡോക്ടർ സി ഗംഗാധരൻ, കളരിപ്പയറ്റിലെ ഒരു ഗവേഷകനാണ്. ഈ അടുത്ത കാലത്തായി കളരിപ്പയറ്റിൻ്റെ നമ്മുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇതിൽ പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാരിലൂടെ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടി എന്ന നിലയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും വളരെ പ്രശസ്തനായ ശ്രീ സുകുമാരൻ ഗുരുക്കൾ തിരുവങ്ങാട് ആയിട്ടുള്ള ഒരഭിമുഖമാണ്. ഇപ്പോൾ സുകുമാരൻ ഗുരുക്കളെ തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 87 വയസ്സായി. 1938 ഏപ്രിൽ 7 ജനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മഠത്തിൽ കേളവത്ത് വീട് കൃഷ്ണനും അമ്മ കേളവത്ത് വീട്ടിൽ മാധവി അമ്മയും ആണ്. അദ്ദേഹം അവരുടെ 5 മക്കളിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. 21 വയസ്സ് വരെ അമ്മയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. 21-ാം വയസ്സിൽ വിവാഹം കഴിച്ചു രാധയെ, 3 മക്കൾ. പിന്നീട് കമല എന്ന മറ്റൊരു സ്ത്രീയെയും വിവാഹം ചെയ്തു. അതിലൊരു മകൾ ഉണ്ട്, ആതിര. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു വാഹനാപകടത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമിക്കുകയാണ്. മകൾ ആതിരയുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹവുമായി ഡിസംബർ 10-ാം തീയതി ഞങ്ങൾ നടത്തിയ ഇൻ്റർവ്യൂയുടെ 3 ഭാഗങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കളരിപ്പയറ്റിനെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. 1804 ബ്രിട്ടീഷുകാർ പഴശ്ശി റിവോൾട്ടിനെ തുടർന്ന് കളരിപ്പയറ്റ് പരിശീലനം നിരോധിച്ചു. പിന്നീട് കളരിപ്പയറ്റ് ഒരു 19 വർഷത്തേക്ക് നമുക്കതിനെക്കുറിച്ച് ഏറെയൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് കോട്ടക്കൽ കണാര് ഗുരുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. CB നാരായണൻ നായരുടെ ഗുരുവാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ. അദ്ദേഹം 1850 ജനിച്ചു. 1941 91-ാം വയസ്സിൽ മരിച്ചു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തുടർന്ന് CB നാരായണൻ നായർ എന്ന ശിഷ്യ പ്രമുഖനിലൂടെയാണ് നമ്മൾ കളരിപ്പയറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ലോകമെങ്ങും, പ്രത്യേകിച്ച് ഏഷ്യയിലെ ഒരു റിവൈവൽ നടക്കുകയാണ്. അവിടങ്ങളിലുള്ള സാംസ്കാരിക ധാരകളും മുഴുവൻ മുഖ്യധാരയിലേക്ക് വരുവാണ്. മിക്ക ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെ അധീനതയിലായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലും അതിൻ്റേതായ, കേരളത്തിൻ്റെ പൂർവ്വരൂപം ഇന്നത്തെ കേരളമല്ലെന്ന് പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ പൊളിറ്റിക്കൽ കേരളം അല്ല, അന്നത്തെ പൊളിറ്റിക്കൽ കേരളം. മലബാർ അന്ന് മലബാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ, ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗവും, അത് കൊച്ചി ട്രാവൻകൂർ പ്രത്യേക സംവിധാനവുമാണ്. ഈ സംവിധാനത്തിൻ്റെ എല്ലാം മൂലരൂപത്തിൽ ബ്രിട്ടീഷ് അധിനിവേശം നമുക്ക് വളരെ അടിയുറച്ചതായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ രംഗത്ത് വരുന്നത്. അദ്ദേഹം വടകര മുക്കാളി സ്വദേശിയായിരുന്നു. 65-ാം വയസ്സിൽ അദ്ദേഹം തലശ്ശേരിയിൽ കളരി സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് CB നാരായണൻ നായർ. അദ്ദേഹം കളരിയിലെ ഇന്ന് നമ്മുടെ കളരി ഏത് രൂപത്തിലാണോ നമുക്ക് കാണാവുന്നത്, അതിലേറ്റവും കൂടുതൽ അതിൻ്റെ മുഖ്യധാരയിലേക്ക് വേണ്ടുന്ന സംഭാവനകൾ നടത്തിയ വ്യക്തിയാണ് CB നാരായണൻ നായർ. അപ്പോൾ CB നാരായണൻ നായർ തലശ്ശേരിയിൽ അതേ തട്ടകത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് സുകുമാരൻ ഗുരുക്കൾ. കളരിപ്പയറ്റിൻ്റെ വികാസ പരിണാമങ്ങളെ, 20-ാം നൂറ്റാണ്ടിലുള്ള വികാസ പരിണാമങ്ങളെ അതിൽ സജീവമായി ഇടപഴകുകയും അതിൻ്റെ പ്രമുഖ വക്താക്കളെ പ്രത്യക്ഷമായും പരോക്ഷമായും നേരിട്ടും അല്ലാതെയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സുകുമാരൻ നായരുടെ അനുഭവങ്ങളുടെ പ്രസക്തി ഏറെ ആണ്. അത് അദ്ദേഹം സഹൃദയരുമായി പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർമ്മകൾ മങ്ങിത്തുടങ്ങി. 87 വയസ്സായി. അദ്ദേഹത്തിൻ്റെ പല ഓർമ്മകളിലും ചില പാകപ്പിഴകൾ ഡേറ്റിൻ്റെ കാര്യത്തിലും വ്യക്തികളുടെ പേരിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഈ അഭിമുഖം 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാം ഭാഗത്തിലെ ഗുരുക്കളുടെ ശൈശവ കാലത്തുള്ള അനുഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, അതുപോലെ തന്നെ ബാല്യകാല സുഹൃത്തുക്കൾ, ഇവരൊക്കെ ഇതിൽ വരികയാണ്. ഗുരുക്കളുടെ
ആദ്യകാല ഗുരുക്കന്മാരായ ശങ്കരമേനോൻ, വാസവൻ ഗുരുക്കൾ, വയക്കര കണ്ണൻ ഗുരുക്കൾ, CV നാരായണൻ നായർ തുടങ്ങിയ ആളുകൾ ഈ വോളിയത്തിൽ അനുഭവത്തിലേക്ക് വരികയാണ്. തിരുവങ്ങാട്ടെ കളരിയിലെത്തിയപ്പോൾ അന്ന് CV അപ്പുതമ്പ്യാരും കേളുമാരും 2 ഗുരുക്കന്മാരുണ്ടായിരുന്നു. രാമചന്ദ്രൻ കളരിയിൽ ഇറങ്ങി അപ്പുതമ്പ്യാരെ കാലൊക്കെ തൊട്ട് ഇറങ്ങിയിൽ വെച്ചു. അഭ്യാസം തുടങ്ങുന്നതിനെക്കാട്ടുപ്പാട് പറഞ്ഞു, ഒരാളും കൂടി അഭ്യാസം പഠിക്കാൻ വന്നിട്ടുണ്ടെന്ന്, കളരി പഠിക്കാൻ വന്നിട്ടുണ്ടെന്ന്. ആരാന്ന് ചോദിച്ചപ്പോൾ എന്നെ ചൂണ്ടി. ഞാൻ പറഞ്ഞു ഞാനില്ല. അതല്ല, നീ ഇറങ്ങ എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചിറക്കി ഞങ്ങൾക്ക് കാപ്പി കുടിക്കാൻ തന്ന 5 ഉറുപ്പ്യ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഇത് അപ്പൂരിക്കൊക്കെ കൊടുത്തിട്ട് ദക്ഷിണ കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എൻ്റെ അഭ്യാസത്തിന്റെ തുടക്കം. അത് കഴിഞ്ഞ് നേർകാല്, വീതുകാല്, കോണുകാല് എന്നൊക്കെ പറഞ്ഞ തിരുവങ്ങാട്ടക്കാട്ടിൽ പഴയ കാലത്ത് 2 ആഴ്ച 3 ആഴ്ച വെറും കാലുകളെ കൊണ്ടുള്ള അഭ്യാസം മാത്രമാണ്. തിരിച്ച് കളറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നാളെ തൊട്ടില്ല കേട്ടോ, എനിക്ക് പറ്റില്ല. അതായത് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, സമ്പത്ത് അതൊന്നും ശരിയാവും, ഒക്കെ ശരിയാവും. എന്നാൽ ശരിയാവണമെങ്കിൽ എനിക്ക് നാളെ നിന്റെ കൂടെ നിന്നിട്ട് 1ാമത്തെ മെയ്പ്പായിട്ട് പറ്റണം. അതെങ്ങനെ ശരിയാവോന്ന് ചോദിച്ചു. കുറേ അധികം ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. പോരാത്തത് ഇന്ന് വൈകുന്നേരം ഞാൻ നിന്റെ വീട്ടിൽ വരും, അത് നീ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ 1ാമത്തെ മെയ്യഭ്യാസം ആദ്യമായിട്ട് കാണിച്ചു തന്നതും ഈ രാമചന്ദ്രനാണ്. 2ാം ദിവസം കളറിൽ ചെന്നപ്പോൾ എല്ലാവരും കാലൊക്കെ എടുത്ത് മെയ്പ്പായിട്ട് പയറ്റാൻ നിൽക്കുമ്പോൾ മെയ്പ്പായിട്ട് നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ കേളുവാര് കുരുക്കളാ, അന്ന് അപ്പൂരുക്കളുണ്ടായിരുന്നില്ല. ഞാനും നിൽക്ക എന്ന് പറഞ്ഞപ്പോ നീ ഇന്നലെ വന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രാമേന്ദ്രൻ പറഞ്ഞല്ലോ മെയ്പ്പായിട്ട് പയറ്റുന്നു. അങ്ങനെ മെയ്പ്പായിട്ട് പയറ്റി അവസാനിപ്പിച്ചു. ആ കേളുകുരുക്കൾ വന്ന് ചോദിച്ചു, നീ ആരെടുത്താ പഠിച്ചത്, എപ്പാ പഠിച്ചത്? ഞാൻ പറഞ്ഞു ആരെടുത്തും പഠിച്ചിട്ടില്ല, ഞാൻ ഇന്നലെ രാത്രി രാമേന്ദ്രൻ കാണിച്ചെന്ന അഭ്യാസം. എന്താ നീ പറയുന്നത്? ഞാൻ പറയും സത്യമാണ്. അപ്പൊ തന്നെ കൈവച്ച് നന്നായി വരും എന്നൊരു അനുഗ്രഹം കിട്ടി. ആ കൈ ഇന്നും എൻ്റെ തലയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞു. ഒരു 1.5 മാസേ പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് അസുഖം വന്നു, കളരിപ്പയറ്റ് തീരെ നിന്നു. വീണ്ടും കൊല്ലം 6-7 കഴിഞ്ഞു. 1959 ആ 59 കാലഘട്ടത്തില് വയക്കര കണ്ണൻ ഗുരുക്കൾ പറ്റി പറഞ്ഞു, ഇങ്ങനെ ശങ്കരമേനോൻ എന്ന് പറയുന്ന ആള് നാട്ടിൽ വന്നിട്ടുണ്ട്, അങ്ങൊരു പാപ്പിന് ശരിയാ, അങ്ങ് ഒരു സുഖൂട് ചെല്ലാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, സൂര്യനെങ്ങനെ ശങ്കരമേനെ അറിയാം? അത് ഞാൻ പറഞ്ഞാണ്. ആ സുഖൂട് മാത്രമല്ല, നിങ്ങളെ അനിയത്തിയുടെ മകൻ ലക്ഷ്മണനോട് ചെല്ലാൻ പറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം വീട് തിരപ്പ് പഠിക്കാൻ പോവാണ്. വന്നപ്പോ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ശങ്കരമേനോൻ ചെല്ലാൻ പറഞ്ഞ അയാള് വലിയ ഗുരുക്കളൊക്കെയാണ്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുരുക്കളാണെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ സമ്മതപ്രകാരം പോയി നോക്കി. ശങ്കരമേന്റെ അടുത്ത് എത്തി. 2 ഉണ്ടായിരുന്നു, ലക്ഷ്മണനുണ്ടായിരുന്നു. എന്താ വന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെയാ അഭ്യാസം അറിയോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പൂന്റെ കളറിൽ പോയിട്ട് നീ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറയാം ആകെ 1 മാസേ പോയിട്ടുള്ളൂ. പോട്ടെ 1ാമത്തെ മെയ്യഭ്യാസം അറിയുമെന്ന്? ഞാൻ പറയാം 1 അല്ല, 1, 2, 3, 1, 2, 6ാമത്തതും മെയ്യഭ്യാസം അറിയാം. ലക്ഷ്മണനോട് ചോദിച്ചു, ഞാൻ 6 കൊല്ലായി കൊടക്കാരൻ കെട്ടങ്കുരുക്കളെ കളറിൽ പോകുന്നതെന്നോട്. അപ്പൊ നല്ലതാണ്, നിങ്ങൾ 2 ആളും കൂടി ഒന്ന് മെയ്പ്പായിട്ട് പറ്റി എന്ന് പറഞ്ഞ ഗുരുക്കളുടെ വീട്ടിനെ മുറ്റത്ത് വെച്ചിട്ട്, ഇതാ ഇവിടെ തിരുവങ്ങാട് ഗേൾസ് സ്കൂളിൻ്റെ അടുത്തായിരുന്നു മൂപ്പര് താമസിച്ചിരുന്ന വീട്. മുറ്റത്ത് വെച്ച് ആദ്യമായിട്ട് അഭ്യാസം കാണിച്ചു. അത് കഴിഞ്ഞ് 2 ആളോട് കയറി ഇരിക്കാൻ പറഞ്ഞു. ലക്ഷ്മണനോട് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ വേറെ കണ്ണൻ്റെ അടുത്ത്, വയക്കര കണ്ണൻ്റെ അടുത്ത് എല്ലാം അയക്കാം, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നീ എന്താ അഭ്യാസം നിർത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സാമ്പത്തികം വളരെ മോശം, ഞാനും അമ്മയും മാത്രമാ, വീട് തെറ്റാ 1000 വീട് തെറ്റാൽ കിട്ടുക 1 ഉറുപ്പ്യ 12 അടയാണ്, ഞങ്ങൾ 2 ആൾ ജീവിക്കണം, നിനക്ക് അഭ്യാസം പഠിക്കണം എന്നുണ്ടോന്ന്? പഠിക്കണം എന്ന് ആദ്യമായി ആഗ്രഹം ഉണ്ടെന്ന്. എന്നാ നീ നാളെ വായോ എന്ന് പറഞ്ഞു. അയ്യോ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. തുടക്കം തന്നെ എന്തോടോ ഇങ്ങനെ പറയണ? ഞാൻ പറഞ്ഞല്ല, 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്, 59 നവംബർ മാസം 1-ാം തീയതി. എന്താ നീ പറയുന്നത്? അതെ, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ തീർച്ചപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുക്കളെയും മകനെയും കല്യാണത്തിന് ക്ഷണിച്ചു. കല്യാണം 51 ജനുവരി, 59 നവംബർ മാസം 1-ാം തീയതി കല്യാണം. 52-ാം തീയതി കാലത്താ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ കളറിപ്പയറ്റ് പഠിക്കാൻ പോണെന്ന്. അപ്പോഴും തുടങ്ങി അമ്മ പ്രാരബ്ധം പറയാൻ. കാരണം ഇതുവരെ നമ്മൾ 2 ആളെ ഉണ്ടായിട്ടുള്ളൂ, പട്ടിണി കിടന്നാൽ ആരും അറിയില്ല, ഇപ്പൊ ഒരാളും കൂടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഞാൻ കമ്പനിയിൽ പോയി വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അത് വേണ്ട മോനെ എന്ന് പറഞ്ഞു.
ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ആങ്ങളെയും നിങ്ങൾ അച്ഛനൊക്കെ വലിയ അഭ്യാസികളെന്നൊക്കെ നിങ്ങൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരാളാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് അമ്മയുടെ കണ്ണെന്ന് 2-3 തുള്ളി കണ്ണുനീരാ വീണ. അപ്പോൾ ഉടനെ തന്നെ എന്നോട് നീ പോയിക്കോ. അങ്ങനെ 5.25 ഉറുപ്പ്യ കയ്യിൽ തന്നു. പടിഞ്ഞാറ്റേൽ പോയി അവിടെ തൊട്ട് നെറുകയിൽ വെച്ച് നേരെ പിന്നോട്ട് വരുമ്പോൾ 2 വെറ്റില വേറെ തന്നു. അത് പടിമേൽ വെച്ച് തൊട്ട് നെറുകയിൽ വെച്ച് പിന്നെ എന്നോട് പോട്ടേന്നും കൂടി ചോദിക്കാതെ നീ ഇറങ്ങിപ്പോയിക്കോളൂ. അങ്ങനെയാണ് ആദ്യം ഗുരുനാഥന്റെ അടുത്ത് എത്തിപ്പെട്ടത്. എന്താണ് ആ പടിമേൽ വെറ്റില വെച്ചെന്നൊന്നും അന്നേരം ചോദിച്ചില്ല. ഗുരുനാഥന്റെ അടുത്ത് എത്തിപ്പെട്ടു. മൂപ്പര് ഒരു നാളും കാണാത്ത രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞാനോ, ഞാനിങ്ങനെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം സുകുമാരനല്ലേ, വരാൻ പറഞ്ഞിട്ടുണ്ട്. അഭ്യാസം പഠിക്കാനാ വന്നത്. അതെ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ 4 ദിവസം മുപ്പാട് എന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ പറഞ്ഞു. കാശില്ലെങ്കിലും പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ ആള് പിന്നീട് ചോദിക്കുന്നു കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയുണ്ട്? 5.25 ഉറുപ്പ്യ. 5.25 ഉറുപ്പ്യക്കുള്ള അഭ്യാസമൊന്നും എൻ്റെ അടുത്തില്ല. അഭ്യാസം പഠിക്കണമെങ്കിൽ പെട്ടി തുറന്നു വെക്കണം. അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരി, ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞു. മൂപ്പര് വീണ്ടും തിരിച്ചു വിളിച്ചു. എനിക്ക് പറയാനുള്ള പറഞ്ഞ് തീർന്നിട്ടില്ല. അതിനെക്കാട്ടും മുപ്പോട്ട് പോകുക. ആദ്യം വേണ്ടത് അനുസരണമാണ് എന്ന് പറഞ്ഞു. ശരി, എന്തൊക്കെയാണോ പറയാനുള്ളതെന്ന് പറഞ്ഞു. ശരി, 5.25 ഷർട്ടൊക്കെ അയച്ചിട്ടെന്ന് പറഞ്ഞു. ഷർട്ട് അയച്ചിട്ടു. കാശും എടുത്തു. ഗുരുനാഥനെ മുമ്പ് ചെന്നു. കയ്യിൽ എന്താന്ന് വെച്ചു. കയ്യിൽ അമ്മ തന്ന കാശാന്ന് പറഞ്ഞു. അത് വീണ്ടും ഷർട്ടിന്റെ പോക്കറ്റ് കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ഷർട്ടിന്റെ പോക്കറ്റ് കൊണ്ടുവിട്ടു. ആ വെയിറ്റില മാത്രം കൊടുത്ത് അങ്ങനെ അഭ്യാസം പഠിച്ചു. ഇന്നലെ കല്യാണം കഴിഞ്ഞ് സൽക്കാരം കഴിഞ്ഞല്ലേ, ഇന്ന് വെറുതെ തുടക്കം ഒരു 4 കാല് മാത്രം പൊക്കിയിട്ട് വീട്ടിൽ പൊക്കോളൂ. നാളെ കാലത്ത് 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേത്തെ ദിവസത്തെ അഭ്യാസം കഴിഞ്ഞു. പിറ്റേന്ന് കാലത്ത് 6 മണിക്ക് ചെല്ലുമ്പോഴത്തേക്കും കുരുക്കൾ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ തന്നെ വായു നമുക്കിവിടെ അടുത്ത വരെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞ് പോയി ചെന്നത് രാനക്കണാരൻ എന്ന് പറയുന്ന ചായപ്പീടികയിലാണ്. ഇന്നും ആ പീടിയുണ്ട് അവിടെ. പക്ഷെ കാണാനല്ല നടത്തുന്നതെന്ന് മാത്രം. അവിടെ പോയി ഒരു കഷ്ണം പുട്ടും ഒരു കാപ്പിയും കുരുക്കളും, ഒരു കഷ്ണം പുട്ടും ഒരു ചായ എനിക്കും. കണക്ക് എഴുതിക്കോളൂ കേട്ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. അങ്ങനെ വീട്ടിലെത്തി. ഇപ്പൊ കമ്പനി പോണ്ടല്ലേ, എണ്ണയൊന്നും വേണ്ട, അഭ്യാസം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂറോളം അഭ്യാസം ചെയ്തു. വൈകുന്നേരം 6 മണിക്ക് വരണം എന്ന് പറഞ്ഞു. 6 മണിക്ക് വന്നപ്പോഴും സ്ഥിതി ഇത് തന്നെയാണ്. നമുക്കിവിടെ അടുത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ഞോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഒരു കായുണ്ടേയും ചായ എനിക്കും, ഒരു പരിപ്പ് പൊടിയും കാപ്പിയും കുരുക്കൾക്കും. അങ്ങനെ ദിവസവും അന്നേരം ചെന്നപ്പോ മാധവ എണ്ണയെടുത്ത് പുറത്ത്, മാധവ മകനാ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കല്യാശ്ശേരിയില്. എണ്ണയെടുത്ത് പുറത്ത് വെക്കുന്നതോടെ എണ്ണയൊക്കെ ഇട്ട് അഭ്യാസം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മതിയായിക്കോളൂ, കുളിമുറിയിൽ കുറച്ച് ചൂടുവെള്ളമുണ്ട്, അത് ഞാൻ ഒഴിച്ചു വെച്ചാൽ അതെടുത്ത് കുളിച്ചോളൂ. ചെറുപാറിന്റെ പൊടിയോ സോപ്പോ എന്താ വേണ്ടത് അവിടെയുണ്ട്. അങ്ങനെ ഇതെടുത്ത് കുളിച്ച് വരുമ്പോഴത്തേക്കും 2 ചപ്പാത്തിയും 2-3 ചപ്പാത്തിയും കുറച്ച് മുതിര തരങ്ങിയിട്ടുള്ള പരിപ്പുമായിട്ടുള്ള കറിയും അത് കഴിച്ചോളൂ, ബാക്കി വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. കുരുക്കളുമായിട്ടുള്ള ബന്ധം വിടുന്നത് വരെ അത് സ്ഥിരമായിട്ട് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം ചായ കുടിച്ച് തിരിച്ചു ചെന്നപ്പോൾ ഇന്ന് അഭ്യാസമൊന്നും വേണ്ട, കയറിയിരിക്കുമെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വല്ല സാമ്പത്തികമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ മടിയല്ല മനസ്സല്ല കയറിയിരുന്നു. ഉടനെ തന്നെ ഒരു ചോദ്യ, ഇപ്പൊ നീ എന്തൊക്കെ അഭ്യാസം ചെയ്യുന്നുണ്ടെന്ന്. അതിപ്പോ മെയ്പ്പായിട്ട് വരുന്നുണ്ട്, വടി പയറ്റുന്നുണ്ട്. മെയ്പ്പായിട്ട് പറ്റുന്നതിനെക്കാട്ടുപാട് കാലെടുക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാ കാലെടുക്കുന്നത്? 2 കൈയും കോർത്ത് കൈവെള്ള ആകാശത്തിന് നേരെയായിട്ട് വലത്തുക. അത് എന്തിനു വേണ്ടിയാ? ഒരു ശിഷ്യനും അമ്മാരും ഗുരുനാഥനും കിട്ടിയിട്ടുണ്ടാവില്ല. അത് എന്തിനു വേണ്ടിയാ എനിക്കറിയില്ല. എന്നാൽ അത് ഇന്നേ സംഗതിക്ക് വേണ്ടിയാണ്. തിരിച്ചുകാലെടുക്കുന്ന ഇന്നേ സംഗതിക്ക് വേണ്ടി. ഇങ്ങനെ ഒരു അരമണിക്കൂർ ക്ലാസ്സൊക്കെ നടത്തിയതിന്റെ ശേഷം പിന്നെ പറഞ്ഞു, ഇനി ഞാനിവിടുന്ന് കാണിച്ചിരുന്ന സംഗതി മനസ്സിലായി എന്ന് തോന്നിയാൽ അത് ഇന്നേ ആവശ്യത്തിനല്ലേ ഉപകരിക്കുക എന്ന് എന്നോട് ചോദിക്കണം. അതല്ല എങ്കിൽ ഞാൻ അതല്ല, അതിൻ്റെ കൂടെ ഇന്നേതും കൂടിയുണ്ട്, അല്ല അതല്ല അതിൻ്റെ ഇന്നേതാണ് വഴി എന്ന് ഞാൻ പറഞ്ഞു തരും. അങ്ങനെയാണ് എൻ്റെ അഭ്യാസത്തിന്റെ തുടക്കം. അങ്ങനെ ജീവിതത്തിൽ ഒരൊറ്റ ശിഷ്യനും
അത്തരം ഗുരുനാഥന് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ രൂപത്തിൽ അഭ്യാസത്തിന്റെ കാല് പൊക്കുന്ന തുടങ്ങിയുള്ള അഭ്യാസങ്ങൾ. പക്ഷെ എൻ്റെ കഷ്ടകാലം ഒരു കൊല്ലം കൊണ്ട് മരുമക്കളുമായിട്ട് കേസ് നടന്ന് കുരുക്കൾ വീണ്ടും നാട്ടിലേക്ക് പോയി. പിന്നെ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ പാപ്പിനിശ്ശേരി പോവും, കുരുക്കളെ സംസാരിക്കും, എന്തൊക്കെയുണ്ട് തലശ്ശേരി വിവരം. അങ്ങനെ കൊല്ലം 2 കഴിഞ്ഞു. 62 വീട്ടിന് ഞാൻ താമസിക്കുന്ന വീടിന്റെ പറമ്പത്ത്, താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അന്ന് 4 ഉറുപ്പ്യ വാടകയാണ് എൻ്റെ വീട്ടിന്. വീടിന്റെ പറമ്പത്താണ് വാസവൻ ഗുരുക്കൾ കളരി കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അമ്മയോട് വന്ന് ചോദിച്ചു, ഇവിടെ ഒരു കളരി കെട്ടട്ടെ. അപ്പൊ വാസവൻ ഗുരുക്കളും അമ്മയും ക്ലാസ്മേറ്റാ. അത് കെട്ടിക്കോളൂ, എന്നാലും സുഖോട് ചോദിക്കേണ്ടത്. ഞാൻ വന്നപ്പോ എന്നോട് ഞാൻ പറയും പിന്നെന്താ, വാസവൻ ഗുരുക്കളെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കളരി തുടങ്ങുന്ന ഞാനും കണ്ണൻ ഗുരുക്കളുടെ മരുമകളുടെ നാണമുണ്ട് കൊയിലാണ്ട്, അതൊക്കെ അഭ്യാസമൊക്കെ കാണിച്ചിരുന്നു. പിറ്റേന്ന് തുടങ്ങി ഞാൻ കളരി പോയിട്ടില്ല. കാരണം വാസവൻ ഗുരുക്കള് സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന, പിന്നെ ഇത്ര വെള്ളത്തിൻ്റെ ഒക്കെ ആളാ. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സുഖം, ഇങ്ങനെ ശങ്കരമേൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞാൽ കളറില്ലേ അവൻ വരുന്നില്ല എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേത്തെ ഞായറാഴ്ച വീണ്ടും പാപ്പിനിശ്ശേരിക്ക് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ വാസവൻ ഗുരുക്കള് വീട്ടിലെ കളറി കെട്ടിയിരുന്നു. നീ പോയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താ പോകാതിരുന്നു? നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ഞാൻ അങ്ങോട്ട് പോകണ്ടോ? അതും ശരിയല്ലേ. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നാമം ജപിച്ചോ എന്ന് പറഞ്ഞു. നാമം ജപിച്ചു, കഞ്ഞി കുടിച്ചു. കിടന്നുറങ്ങുമ്പം നാരായണി ഞാൻ നാളെ സുകുമാരൻ്റെ കൂടെ തലശ്ശേരി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലത്ത് 6 മണീൻ്റെ വണ്ടിക്ക് തലശ്ശേരിയിൽ വന്നു. 7:15 ആകുമ്പോഴത്തേക്കും തലശ്ശേരിയിലെത്തി. അങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വാസവൻ ഗുരുക്കൾ കളരിയും കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചു എവിടെയാണോ ഉണ്ടാവുക? ഇപ്പൊ ഒരു നല്ല വരക്കാരന്. ഞാൻ പറഞ്ഞ അവിടെ 2-ാം ഗേറ്റിനടുത്തുള്ള ഒരു കോൺഗ്രസ് ഓഫീസിലുണ്ട്. ഇന്നും അത് കോൺഗ്രസ് ഓഫീസ് തന്നെയാണ്. എന്നാൽ പോയോ പോവാ, അവനെ വിളിക്കൂ. അപ്പോൾ വാസവനെ വിളിക്കൂ. അവർ രണ്ടാളും നീ എന്താ കോയമ്പത്തൂർ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എന്നാൽ ലോക്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു നടന്നു. വാസവൻ ഗുരുക്കളുടെ തറവാട് വരെ നടന്നു. തറവാട്ടിന് മുമ്പിൽ എത്തിയപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു, അല്ല ഗുരുക്കൾ പറഞ്ഞു, ഞാൻ പ്രധാനമായിട്ടും വന്ന കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവനെ എന്തൊക്കെയോ കുറച്ച് അഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട്, ഇവനെ പഠിപ്പിച്ചിട്ട് ആളാക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വലത് കൈ പിടിച്ച് വാസവൻ ഗുരുക്കളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം എൻ്റെ ഗുരുനാഥൻ വാസവൻ ഗുരുക്കളാണ്. പക്ഷെ വാസവൻ ഗുരുക്കള് 1 ആഴ്ച 2 ആഴ്ച പഠിപ്പിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ആഴ്ച ഞാൻ പാപ്പിനിശ്ശേരി ചെല്ലും. എന്തൊക്കെയായി സുകുമാര അഭ്യാസം എന്ന് ചോദിക്കും. ഇവനിത് ആർക്കാ ബാക്കി വെക്കുന്നത്? അതിൻ്റെ ഇന്നേ ഭാഗങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞോന്ന് പറ. അങ്ങനെ 2 ഗുരുനാഥന്മാർ ഒരേ സമയത്ത് എന്നെ വളർത്താനുണ്ടായിരുന്നു. അങ്ങനെയാണ് അഭ്യാസത്തിൽ ഇന്നീ കാണുന്ന നിങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് കളരി കെട്ടിയ വാസവൻ ഗുരുക്കളുടെ ശിക്ഷണത്തിന് കീഴിലാണ് ആദ്യം പറഞ്ഞ ചോനാടം സ്ഥലത്ത് MK വാസവൻ ഗുരുക്കൾ ശിക്ഷണത്തിന് കീഴിൽ സുകുമാരൻ ഗുരുക്കൾ നടത്തുന്ന കളരി എന്ന് പറഞ്ഞ കളരി അഡ്വക്കേറ്റ് T നാരായണൻ നമ്പ്യാരായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. ആ കൊല്ലം കളരി ഭംഗിയായിട്ട് അവസാനിച്ചു. 2-ാമത്തെ കൊല്ലവും നാരായണൻ നമ്പ്യാർ തന്നെ വിളിച്ചപ്പോൾ നാരായണൻ നമ്പ്യാർ വന്നു. പക്ഷെ വാസവൻ ഗുരുക്കൾ വന്നില്ല. 6 മണിവരെ കാത്തിരുന്നിട്ടും വാസവൻ ഗുരുക്കൾ വന്നില്ല. അങ്ങനെ സമയം ഞായറാഴ്ചയല്ല 4:30 മണിക്ക് മുപ്പാട് കളരി തുടങ്ങി. ദക്ഷിണയൊക്കെ വാങ്ങിച്ചു. കുട്ടികൾ അതിൻ്റെ അടുത്ത വീട്ടിൽ കല്യാണം കൊണ്ട് 5-6 കുട്ടികളെ ഉണ്ടല്ലോ. ആകെ 15-ഓ 16-ഓ മറ്റാ ദക്ഷിണ കിട്ടിയത്. അത് 10 ഉറുപ്പ്യ നാരായണൻ പേര് വന്ന കാറിന് കൊടുത്തു. ബാക്കി എൻ്റെ പോക്കറ്റിലെ കാശും കൂടി എടുത്ത് മൈക്കാറിന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കാണാൻ ഗുരുക്കൾ വരുന്നു, നല്ല അടിച്ച പൂസായിട്ട്. അപ്പൊ എന്താ കാരണം വെച്ചാൽ വയക്കര കണ്ണൻ ഗുരുക്കളാണ് എന്നെ ശങ്കരമ്മേൻ്റെ അടുത്ത് എത്തിച്ച്. കളരി തുടങ്ങുന്ന ആ ദിവസം വാസവൻ ഗുരുക്കളുടെ പേര് മാത്രം വെച്ചു എന്നുള്ള കാരണത്താൽ കണ്ണൻ ഗുരുക്കൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ 2-ാമത്തെ കളരി തുടങ്ങുന്ന അന്നത്തെ ദിവസം കാലത്ത് 10 മണിക്ക് വയക്കര കണ്ണൻ ഗുരുക്കൾ വാസവൻ ഗുരുക്കളുടെ വീട്ടിലെത്തി. കൂട്ടിക്കൊണ്ടുപോയി പാറാല് കൾഷാപ്പിൽ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് കുടിപ്പിച്ചു. വൈകുന്നേരം 6 മണിയോടുകൂടി ഗുരുക്കൾ വീട്ടിൽ കളരിയിൽ വന്നു. എന്താ കളരിയൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറയും മണിയാറാൽ ഞാൻ വരുന്നവരെ കാത്തിരിക്കാതിരിക്കാൻ പറ്റിയില്ലല്ലേ, നീ വലിയ ഗുരുക്കളായിപ്പോയി എന്നുള്ള വിചാരം ഉണ്ടാവും. അങ്ങനെ കുറേ സംഭാഷണമൊക്കെ സംഭവിച്ചു. അതൊക്കെ പോട്ടെ, ഇന്നത്തെ കാശ് എവിടെ എന്ന് ചോദിച്ചു. പഴയ കാലത്തല്ല ഇപ്പോഴും, ഇപ്പോൾ കുരിശിച്ച് ബന്ധത്തിൽ പഴയ കാലത്ത് കളരി തുടങ്ങുന്നതെന്നും അവസാനിക്കുന്നതെന്നും കിട്ടുന്ന കാശ് വലിയ ഗുരുക്കൾക്കാണ്. അന്ന് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് കാപ്പി കുടിക്കാൻ തരും എന്നല്ലാതെ ആ കാശിന്റെ മുഴുവൻ ഉടമ ഗുരുക്കളാണ്.
ഇന്നത്തെ കാശ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കാശിന് 5-6 കുട്ടികൾ ചേർന്നിട്ടുള്ളൂ. അത് 10 റുപ്യ നാരായണനാല് വന്ന ബസ്സിന് നാരായണൻ പേര് വന്ന കാറിന് കൊടുത്തു, ബാക്കി മൈക്കിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. നാളെ ഒരു 10-20 കുട്ടികൾ ചേരാനുണ്ട്, ആ കുട്ടികൾ ചേർന്ന ആളുടെ കാശുണ്ടാവും. ഇത്രയും പറഞ്ഞപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യണം. CV നാരായണനാരെ പറ്റി ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് വീട്ടിലെ അറിവ് അനുസരിച്ച് 1905 ജനനം, 19ാമത്തെ വയസ്സിൽ കളറിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങുന്നു. അന്ന് കണാരൻ ഗുരുക്കൾക്ക് 66 വയസ്സ്. 1944 ഡിസംബർ മാസത്തിൽ അന്ത്യം. അങ്ങൊരു പുല്ലൂക്കരാംശം അധികാരി കുഞ്ഞുണ്ണി നമ്പ്യാരുടെ മകനായിരുന്നു. അമ്മ കടത്തനാട്ട് ശരണാഗതൻ നമ്പ്യാരുടെ മകൾ അമ്മു എന്ന അമ്മണി, അതായിരുന്നു അവരുടെ അമ്മ. അങ്ങനെയാണ് അവരുടെ നാരായണ നായർക്ക് 5 മക്കള്. ഒന്ന് കോയിന്നൂട്ടി, പിന്നെ 2 ഇരട്ടി പ്രസവിച്ച്, ഒരു രാജഗോപാലൻ, ഒരു പെണ്ണ്. ഇതില് കോയിന്നക്കുട്ടിയും ഏറ്റവും ചോടയിൽ രാജഗോപാലനും മരണപ്പെട്ടു. ഗോപാലനും ദാസനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഗോപാലൻ മധുരയിലാണ്, ദാസൻ ബോംബെയിലാണെന്ന് സംശയമുണ്ട്. ഈ ഗോപാലനാണ് കളറിപ്പയറ്റിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുള്ള വിജയരാഘവൻ എന്ന് പറയുന്ന പട്ടാമ്പി സർവകലാശാലയിലെ ചരിത്ര അധ്യാപകനായിരിക്കുന്ന വിജയരാഘവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് ഈ ഗോപാലനാണ്. പട്ടാമ്പിയുള്ള വിജയരാഘവൻ എന്ന് പറയുന്ന ആളെ ഞാൻ പല സമയത്ത് സമീപിച്ചിരുന്നു. അപ്പോൾ അഭ്യാസത്തെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങോർക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ മറ്റാണ് 2 മാസം അഭ്യാസത്തിന് പോയത്. പിന്നെ ചരിത്ര ഗവേഷകനായതുകൊണ്ട് ചരിത്ര പുസ്തകത്തിന് എടുത്ത് എഴുതിയതാണ്. അഭ്യാസവും ഞാനുമായിട്ടുള്ള ബന്ധം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളെ നാരായണനായരെ മകൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങോരെ സമീപിക്കാനുള്ള കാരണം അങ്ങോരെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഒറ്റ 18 അടവ് വരെ ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും എൻ്റെ ഗുരുനാഥന്മാർ മനസ്സിലാക്കി തന്നിടത്തോളം ആ താരി കുറച്ച് ഭാഗം കുറവാണ്. അതാണ്. പക്ഷെ ആദ്യം തന്നെ കുന്നംകുളം എക്സ്ചേഞ്ചിൽ വിളിച്ചു, പട്ടാമ്പിയിൽ വിളിച്ചു, അവിടെ വിളിച്ചു, എല്ലാം കൂടി മാഷെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ കൂട്ടിനാടുന്ന് കുറേ പോകണം. അങ്ങനെ വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ ഈ കളറിപ്പയറ്റിൻ്റെ 18ാമത്തെ ഒറ്റയുടെ താരി നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ MR രാഘവർ എന്ന് പറയുന്ന ഒരാളാ തന്നെന്ന് പറഞ്ഞു. ചെറുപ്പളശ്ശേരിക്കാരനാണോ ചല്ല വടകരക്കാരനാണെന്ന് പറഞ്ഞു. വടകര ചെറുപ്പളശ്ശേരി രാഘവരുണ്ട്, വാസം ഗുരുക്കളെ ശിഷ്യനാ. അങ്ങനെ പിന്നെ ഇതാ ഒരു 3 കൊല്ലം മുപ്പാടും കൂടി ഈ രാഘവരെ പറ്റിയുള്ള അന്വേഷണം നിർത്തിയിട്ടില്ല. രാഘവർ എവിടെയാന്ന് കണ്ടിട്ടില്ല. അന്വേഷിച്ച് പോയി കഴിഞ്ഞ കൊല്ലം ഒരു 3 കൊല്ലം മുപ്പാട് ഈ അസുഖം വരുന്നതിനെക്കാട്ടും മുപ്പാട് കൊയിലാണ്ടിയിലാണെന്ന്, വടകരയല്ല കൊയിലാണ്ടിയിലാണെന്ന് പറഞ്ഞു. കൊയിലാണ്ടി ചെങ്കോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല, പൂക്കാട് കലാലയത്തിനടുത്താന്ന്. പൂക്കാട് കലാലയത്തിൽ വന്നപ്പോൾ അവിടെ എൻ്റെ 2 പരിചയക്കാർ അവരോട് ചോദിച്ചു, അയ്യോ ഗുരുക്കൾ എവിടെയല്ല ചെങ്കോട്ട് കോണത്ത്. ഞാൻ പറഞ്ഞു ചെങ്കോട്ട് കോണത്ത് ഞാൻ വരുന്നത്. ചെങ്കോട്ട് കോണം അമ്പലത്തിൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും തിരിച്ച് ചെങ്കോട്ട് കോണത്തിൽ ബസ് ഇറങ്ങി. അവിടെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു മോട്ടോർ ബൈക്കിൽ. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടില്ലല്ലോ, നിങ്ങൾ കുറേ നേരമല്ലേ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ വഴിക്കുള്ള ബസ്, ഈ വഴിക്കാകെ 2 ബസ്സാ മറ്റേ ഉള്ളൂ, എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് രാഘവരുടെ വീട്ടിൽ പോകണം, ഞാൻ കൊണ്ട് ഇറക്കി തന്നാൽ മതി. അങ്ങനെ രാഘവരുടെ വീട്ടിൽ പോയി. രാഘവർ പറയുന്നു, ഞാൻ തലശ്ശേരി വെണ്ണംകൊള്ളയിൽ സംസ്കൃത അധ്യാപകനായിരുന്നു. ആ സമയത്ത് തലശ്ശേരിയുള്ള ചില ഗുരുക്കന്മാരായിട്ടുള്ള ബന്ധമല്ലാതെ കളറിപ്പയറ്റിൻ്റെ ABCD എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇന്നും ആ രാഘവരെ അന്വേഷിക്കുന്നു, ഒരു രക്ഷയില്ല. അതുപോലെ കളറിപ്പയറ്റിനെ പറ്റി പല ആളുകളും ഇവിടെ കോഴിക്കോട് നളന്തയിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് അഗസ്ത്യമാമുനി കളറി സംഘം എന്ന് പറഞ്ഞ കളറി നടന്ന ഒരു വേലായുധം ഗുരുക്കൾ അങ്ങോട്ട് ഫോൺ നമ്പർ അങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ട് കളരിയിൽ 64 മർമ്മസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള കലണ്ടർ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണിച്ചിട്ടാണ് ഞാൻ ഗുരുക്കളെ അഭ്യാസം പഠിപ്പിക്കുന്നതെന്നാണ്